എല്ലാ കാലത്തും ഒരു യുദ്ധം അടുത്തു വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒരിക്കലും ഭയന്നിട്ടില്ല എന്നത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. വലിയൊരു സേനയുടെ പിൻബലവും ആയുധങ്ങളുടെ കരുത്തും മാത്രമല്ല അതിന് കാരണം. അത് എക്കാലവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന പഴയ സോവിയറ്റ് യൂണിയൻ എന്ന ഇപ്പോഴത്തെ റഷ്യയുമായുള്ള സൗഹൃദമാണ്. പണ്ട് മുതലേ ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ തോറ്റ് പിൻവാങ്ങുന്ന ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാന്റെ ഈ തോൽവിക്ക് പിന്നിലും ഇന്ത്യയുടെ ഈ ജയത്തിന് പിന്നിലുമുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ ചങ്കുറപ്പ് മാത്രമല്ല, അവിടെ എല്ലാം എത്തുന്ന റഷ്യ എന്ന രാജ്യത്തിന്റെ സാന്നിധ്യം കൂടിയാണ്. ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായുള്ള സൗഹൃദത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1972 ഇന്ത്യ പാക് യുദ്ധം. കരുത്തരായ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഒക്കെ അന്ന് പാകിസ്ഥാന് വേണ്ടിയാണ് കളത്തിലിറങ്ങിയത്. പാകിസ്ഥാനേക്കാളും ശക്തി നമുക്കുണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ പോലെ സാങ്കേതിക മികവ് അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വൻശക്തികളുടെ ഓരോ നീക്കത്തെയും ഇന്ത്യ തുടക്കത്തിലെ തന്നെ ശക്തമായി നേരിട്ടിരുന്നു. പാകിസ്ഥാന് വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കിഴക്കൻ പാകിസ്ഥാനിലെ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ അമേരിക്ക നന്നായി മനസ്സിലാക്കിയിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ തകരുന്നു എന്ന വിവരം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ USS എന്റർപ്രൈസിനോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ ഡിസംബർ 9 നിർദ്ദേശം നൽകി. അങ്ങനെ ഇന്ത്യയെ ഒന്ന് പേടിപ്പിച്ച് വെടിനിർത്തലിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം. അങ്ങനെ ഇന്ത്യക്കെതിരെ പടക്ക് തയ്യാറായി അമേരിക്കയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ യുദ്ധക്കപ്പലിൽ ആണവായുധ ശേഷിയുള്ള 70ലേറെ ഫൈറ്റർ വിമാനങ്ങളുമായി അമേരിക്ക എത്തി. ഇന്ത്യയുടെ അന്നത്തെ പ്രധാന ശക്തി എന്ന് പറയുന്നത് INS വിക്രാന്ത് എന്ന യുദ്ധക്കപ്പൽ മാത്രമായിരുന്നു. അതിന്റെ 5 ഇരട്ടി ശക്തിയായിരുന്നു USS എന്റർപ്രൈസിന് ഉണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ ബ്രിട്ടനും ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തുന്നു എന്ന വിവരം സോവിയറ്റ് ഇന്റലിജൻസ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു. ലോകത്തെ അക്കാലത്തെ രണ്ട് വമ്പൻ ശക്തികൾ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന് വേണ്ടി പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു. ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യുദ്ധമെങ്കിൽ യുദ്ധമെന്ന ചിന്തയിൽ അമേരിക്കയും ബ്രിട്ടനും ആ സമയത്ത് തീരുമാനമെടുത്തത്. ഒരു സൈഡിൽ ബേ ഓഫ് ബംഗാളിൽ നിന്ന് അമേരിക്കയും മറുവശത്ത് അറേബ്യൻ കടലിൽ നിന്ന് HMS ഈഗിൾ എന്ന അത്യാധുനിക കപ്പലുമായി ബ്രിട്ടനും ഇന്ത്യയെ ആക്രമിക്കാനായി പുറപ്പെട്ടു. ആ സമയത്താണ് പാകിസ്ഥാന്റെ മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഒരു കാരണവശാലും അടിയറവ് വെക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ നിന്നും ഒരു എമർജൻസി മെസ്സേജ് സോവിയറ്റ് യൂണിയനിലേക്ക് അയക്കുന്നത്. പിന്നീട് ലോകം തന്നെ ഞെട്ടിയ സംഭവങ്ങളാണ് ഉണ്ടായത്. ഇരുവശത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും എന്തിനും തയ്യാറായി നിൽക്കുന്നു. ഇന്ത്യയുടെ INS വിക്രാന്ത് അല്പം പരിഭ്രാന്തിയിൽ നിൽക്കുന്ന ആ സമയത്ത് കടലിന്റെ അടിയിൽ നിന്നും പുതിയ ഒരു സബ്മറൈൻ പ്രത്യക്ഷപ്പെട്ടു. അതിനോടൊപ്പം ആണവായുധങ്ങൾ ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അവിടേക്ക് വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം കിട്ടിയപാടെ സോവിയറ്റ് യൂണിയനിൽ നിന്നും പുറപ്പെട്ട റഷ്യൻ നാവികസേനയായിരുന്നു അത്. അമേരിക്കയോ ബ്രിട്ടനോ ഇന്ത്യക്ക് നേരെ ഒരു വെടിപൊട്ടിച്ചാൽ ആ പ്രദേശം റഷ്യ കത്തിച്ച് ചാമ്പലാക്കും എന്ന് അമേരിക്കയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കൂടാതെ അവരുടെ ഏറ്റവും വലിയ ആധുനിക മികവുള്ള USS എന്റർപ്രൈസസ് നശിപ്പിച്ച് കളയാൻ അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഇന്ത്യയെ ഇനി തൊടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ കപ്പൽ വന്ന വഴി തിരിച്ചുപോയി. അതേസമയം മറുവശത്തു കൂടി അമേരിക്കയുടെ വാക്കുകേട്ട് കളത്തിലിറങ്ങി ഇന്ത്യയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ബ്രിട്ടന്റെ HMS ഈഗിളിനെ വളഞ്ഞ റഷ്യൻ സൈന്യം ബ്രിട്ടന് ഒരു താക്കീതും നൽകിവിട്ടു. ഇന്ത്യക്കെതിരെ നിങ്ങൾ ആയുധമെടുത്താൽ അത് നിങ്ങൾ റഷ്യക്കെതിരെ ആയുധമെടുത്തത് പോലെയാണെന്ന് റഷ്യ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ചൈന, അറബ് രാജ്യങ്ങൾ തുടങ്ങി ശ്രീലങ്ക വരെ അന്ന് പാകിസ്ഥാനൊപ്പമായിരുന്നു. എന്നാൽ റഷ്യ വന്നതോടെ എല്ലാവരും സ്ഥലം കാലിയാക്കി. അങ്ങനെ വെറും 2 ആഴ്ച കൊണ്ട് ഡിസംബർ 16 93,000 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയതോടെ ആ യുദ്ധത്തിൽ റഷ്യയുടെ ബലത്തിൽ ഇന്ത്യ വിജയം കരസ്ഥമാക്കി. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയും റഷ്യയും ആ അടുപ്പം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പാകിസ്ഥാന്റെ ഈ തുടർച്ചയായ പ്രകോപനത്തിലും റഷ്യ ഇന്ത്യക്ക് പരിപൂർണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ആരുടെയും പിന്തുണയില്ലാതെ ഇന്ത്യക്ക് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താം എന്ന അവസ്ഥയാണെങ്കിലും അമേരിക്ക, ചൈന എന്നിവരൊക്കെ ഒഴിഞ്ഞു മാറാൻ റഷ്യയുടെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. ഏറെ കാര്യപ്രാപ്തിയുള്ള പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിലും ഇന്ദിരാഗാന്ധിയെ പേടിച്ച് അമേരിക്കൻ കപ്പൽപ്പട തിരികെ പോയിട്ടില്ല. ഇന്ത്യയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക അന്ന് വന്നത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ രംഗത്ത് വന്നതോടെ ആ യുദ്ധം തന്നെ അവിടെ തീരുകയായിരുന്നു.